ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. വെൽക്കം ബാക്ക് ടു +1 ഹിന്ദി. മക്കളെ, ബാബു സാറാണേ. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള 3ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ദുഃഖ് കഹാനി. യശ്പാൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു കഹാനിയാണ് ദുഃഖ് എന്ന് പറയുന്നത്. ദുഃഖ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? മൻകെ വേദനാക്കു ദുഃഖ് കാത്തേ, മനസ്സിനുണ്ടാകുന്ന വേദനയാണ് നമ്മൾ ദുഃഖം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലുള്ള വേദനകളാണ് ഉണ്ടാവുന്നത്. അതിനെല്ലാം ദുഃഖം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് യശ്പാൽജി പറയുന്നത്. അതായത് ദുഃഖങ്ങൾ സുന്ദരമായ ഷോക്കേസിൽ വെക്കേണ്ടുന്ന ബ്യൂട്ടിഫുള്ളായ ദുഃഖങ്ങളുമുണ്ട്, എന്നാൽ ദുരന്തപൂർണമായ വേദന അനുഭവിക്കുന്ന ദുഃഖമുണ്ട്. ഇതിൽ എല്ലാത്തിനെയും ദുഃഖം എന്ന് പേരിട്ട് വിളിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് യശ്പാൽജി ഈ പാഠത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് സുന്ദര ദുഃഖങ്ങളുമുണ്ട്, ട്രാജഡിയായ ദുഃഖങ്ങളുമുണ്ട്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ ദുഃഖം എന്ന് വിളിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ചിലതിനെ ഒന്നും ദുഃഖമല്ല. അപ്പം നമ്മൾ എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മളുടേതൊന്നും ദുഃഖങ്ങളല്ല. നമ്മുടെ ദുഃഖം എന്താണെന്ന് അറിയണമെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖം അറിയുമ്പോഴാണ് നമ്മുടേതൊന്നും ദുഃഖമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ ഈ കാര്യത്തെക്കുറിച്ചാണ് കൃത്യമായിട്ട് യശ്പാൽജി ഒരു കഥയിലൂടെ പറയുന്നത്. ഈ കഥയിൽ 2 കഥാപാത്രങ്ങൾ, ഒന്ന് ദിലീപും ഹേമയും, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർ വളരെ സുന്ദരമായി ജീവിച്ചിരിക്കുന്നു, ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരിക്കുന്നു, വളരെ അടിപൊളിയായി ജീവിക്കുന്നു. ഒരു ദിവസം ദിലീപ് വീട്ടിലെത്താൻ ലേറ്റ് ആവുന്നു. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്തേ നിങ്ങൾ ലേറ്റ് ആയത്? അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ സെക്കൻഡ് ഷോയ്ക്ക് പോയതായിരുന്നു എന്ന്. അപ്പോൾ ഹേമയ്ക്ക് വലിയ വിഷമായി. ഹേമയുടെ കൂട്ടുകാരിയും കൂടിയാണ് ഇദ്ദേഹം. ആ കൂട്ടുകാരിയുടെ കൂടെ സിനിമയ്ക്ക് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹേമ അന്ന് രാത്രി പിണങ്ങി പിറ്റേ ദിവസം അതിരാവിലെ അവളെ വീട്ടിലേക്ക് പോയി. ഓക്കെ, എന്നിട്ട് അവൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ദിലീപ് ആകെ വീട്ടിൽ ഒറ്റപ്പെട്ടു. അവനാകെ അന്നത്തെ ദിവസം ഒരു ഏകാന്ത തടവുകാരനെ പോലെ അവൻ അങ്ങനെ വീട്ടിൽ അനുഭവപ്പെട്ടു. വൈകുന്നേരം ആ സമയത്ത് അവൻ്റെ രാവിലെ തന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ ദിലീപിൻ്റെ അനുജൻ വന്ന് ചോദിച്ചു, ചേട്ടൻ എവിടെയും പോകാനില്ലെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റ് ഞാൻ എടുത്തോട്ടെ എന്ന്. അപ്പോൾ ആ ബുള്ളറ്റ് എടുത്ത് അവൻ പോന്നു. വൈകുന്നേരം വരെ വീട്ടിലിരുന്നു. അവസാനം ദിലീപ് ഒന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. നോക്കുമ്പോൾ ബുള്ളറ്റ് അവിടെ ഇല്ല. അപ്പോൾ അനുജൻ്റെ സൈക്കിൾ എടുത്തിട്ട് മിൻഡോ പാർക്കിലേക്ക് പോകുന്നു. അവിടെ കുറേ തണുപ്പ് കാറ്റുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ദൂരങ്ങളിലൂടെ ട്രെയിനുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞ സമയത്ത് ഒരു രാത്രി 9-9:30 മണിയായ സമയത്ത് അദ്ദേഹത്തിന് തണുപ്പ് കൊണ്ട സമയത്ത് ഇങ്ങനെ തോന്നി, ഇപ്പോൾ ഇങ്ങനെ തണുപ്പ് കൊണ്ടു കഴിഞ്ഞാൽ ജലദോഷവും പനിയും ഒക്കെ വരും, ഞാൻ മരുന്നൊന്നും കഴിക്കാതെ കിടക്കും, എന്നെ ആരും നോക്കാനില്ല, അപ്പോൾ അസുഖമായിട്ട് ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ, ബന്ധുക്കളൊക്കെ വന്ന് കരയും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹേമയുണ്ടാവും, ചെയ്തു പോയ തെറ്റിനെ അവൾ പശ്ചാത്തപിക്കുന്നതായിരിക്കും എന്നൊക്കെ ദിലീപ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഹേമ സങ്കടപ്പെട്ട് കരയുന്നത് സംഭവിക്കും എന്നുള്ളത് ആലോചിച്ചപ്പോൾ ദിലീപിൻ്റെ ദുഃഖത്തിന് അല്പം ശമനം വന്നു. ഓക്കെ, അങ്ങനെ ദിലീപ് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു വരുന്ന സമയത്ത് റോഡിലൂടെ വരുമ്പോൾ റോഡ് സൈഡിൽ ഒരു പയ്യൻ സ്നാക്സ് പക്കവടി വിൽക്കാനിരിക്കുന്നു. അവൻ കൂമ്പാരങ്ങളാക്കി ഇങ്ങനെ കടലാസിൽ കൂമ്പാരങ്ങളാക്കി പക്കവടി വെച്ചിരിക്കുകയാണ്. ആ പയ്യന് വിൽപ്പന പൂർണ്ണമാകത്തോണ്ടാണ് വീട്ടിലേക്ക് പോകാത്തത്. ദിലീപ് ആ പയ്യനുമായി സംസാരിക്കുന്നു. മുഴുവൻ പക്കവടിയും ദിലീപ് വാങ്ങുന്നു, കാശും കൊടുക്കുന്നു. അങ്ങനെ ബാക്കി കാശ് കൊടുക്കാൻ പയ്യൻ്റെ അടുത്ത് ഇല്ലാതിരുന്ന സമയത്ത് ദിലീപ് പറയുന്നു, സാരമില്ല, നീ വീട്ടിലേക്ക് നടക്കും, നിൻ്റെ വീട്ടിൽ ബാക്കി ഉണ്ടാവും. അല്ല, എൻ്റെ വീട്ടിലും ഉണ്ടാവില്ല, സാരമില്ല, നീ നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ തെരുവിലൂടെ നടന്ന് ബിൽഡിങ്ങുകൾക്കിടയിലുള്ള വിറകുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു മുറിയിലേക്ക് ആ പയ്യൻ കയറി. ദിലീപും തൊട്ട് പിന്നാലെ നടന്നു. അവിടെ വന്നപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ട് അവിടെ, പയ്യൻ്റെ അമ്മയാണ്. ആ അമ്മയോട് പയ്യൻ പറയുന്നു, അമ്മേ, പുറത്തൊരു ബാബുജി ഉണ്ട്, പുള്ളി നമ്മുടെ സാധനങ്ങൾ പക്കവടി ഒന്നിച്ച് വാങ്ങി തിരിച്ചു കൊടുക്കാൻ കാശിൻ്റെ അടുത്തില്ല, അമ്മച്ചിയുടെ അടുത്തുണ്ടോ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യും മോനെ, കാശ് ബാബുജിക്ക് തന്നെ കൊടുക്കൂ, നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ് ചോദിക്കൂ, നാളെ വാങ്ങാം, കാരണം കൂടുതൽ അങ്ങോട്ട് കൊടുക്കാനാണുള്ളത്, അപ്പോൾ നാളെ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാബുജി പറയുന്നു, അത് വേണ്ട, അവിടെ വെച്ചോളൂ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ പോകുന്നു. പക്ഷേ പുള്ളി പോകുന്നില്ല. പുള്ളി കുറച്ച് അവിടെ നിന്നതിന് ശേഷം കുറച്ച് ആ വീട്ടിലെ അമ്മയുടെ മകൻ്റെ അവസ്ഥ ഒളിഞ്ഞു നിരീക്ഷിച്ച് നോക്കുമ്പോൾ അമ്മ തട്ടിന് മുകളിൽ നിന്നൊരു റൊട്ടി എടുത്തിട്ട് മകന് തിന്നാൻ കൊടുക്കുന്നു. അപ്പോൾ മകൻ ചോദിക്കുന്നു, അമ്മ കഴിച്ചോന്ന്? അമ്മ പറയുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ട് മോനെ, മോൻ കഴിച്ചോ? സത്യത്തിൽ അമ്മ കഴിച്ചിട്ടില്ല. അമ്മ വിശന്നിരിക്കുന്ന സമയത്ത് പോലും എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ റൊട്ടി തീറ്റിക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പോഴും മകൻ പറയുന്നു, നല്ല, അമ്മ ഒരു കഷ്ണം കൂടി കഴിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും പട്ടിണിയുടെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തിൽ അമ്മ വേദന അനുഭവിച്ചുകൊണ്ട് മകനെ തീറ്റിക്കുന്ന ഈ അവസ്ഥ കണ്ടപ്പോൾ കൂടുതൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ദിലീപ് സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ദിലീപ് കുറേ ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്തുണ്ട് അവിടെ ദിലീപിൻ്റെ അനിയൻ നേരത്തെ ബുള്ളറ്റ് എടുത്തിട്ട് പോയത് ചേട്ടൻ്റെ ഭാര്യയായ ദിലീപിൻ്റെ ഭാര്യയെ ഹേമയെ കാണാത്തതുകൊണ്ട് അവളുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഹേമ ഒരു കത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് ദിലീപിന് കൊടുക്കാൻ വേണ്ടി അനുജൻ്റെ അടുത്ത്. ആ കത്ത് മേശപ്പുറത്ത് കിടക്കുന്നു. ദിലീപ് ആ കത്തെടുത്ത് വായിക്കുന്നു.
അതിൻ്റെ അകത്ത് ഹേമ പറയുന്നു, ഞാൻ ഈ ജീവിതത്തിൽ ദുരന്തവും സങ്കടവും മാത്രം അനുഭവിക്കാൻ വേണ്ടി ജനിച്ചവളാണ്, വിധിക്കപ്പെട്ടവളാണ്, എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ വിചാരിക്കും. ദിലീപ് കത്ത് മുഴുവൻ വായിക്കാതെ ആ കത്ത് വലിച്ചു കീറി കളയുന്നു. എന്നിട്ട് ദിലീപ് സ്വയം മനസ്സിൽ പറയുന്നു, കഷ്ടം, ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കറിയോ? ദുഃഖം മാത്രം അനുഭവിക്കാൻ ജനിച്ചവളാണ് നീ പറയുന്നു. യഥാർത്ഥ ദുഃഖം ഇന്ന് ആ അമ്മയും മകനും ജീവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവരുടേതൊക്കെയാണ് ഇത് യഥാർത്ഥ ദുഃഖം എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് ദിലീപ് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ദിലീപ് അന്നൊരു ഡയറി എഴുതുന്നു. അതോടെ ആ കഥ അവസാനിക്കുന്നു. ഇത്രയും ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ത്? പാഠം ഒരു വലിയ പാഠമാണെങ്കിലും ഏറ്റവും പ്രധാനമായി ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, ചോദ്യം ഒന്ന് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഹേമ ക്യോ മാം കെ ഘർ ചലി ഗയി? എന്തിനാണ് ദിലീപും ഹേമയും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ പിണങ്ങി ആര് പോകുന്നത്? ഹേമ വീട്ടിലേക്ക് പോകുന്നതാണ്. ഉത്തർ, ദിലീപ് സഹേലി കെ സാത്ത്, ദിലീപ് കൂട്ടുകാരിയുടെ കൂടെ സിനിമ കാണാൻ വേണ്ടി ജാനെ കെ കാരൻ പോയ കാരണത്താൽ ഹേമ പിണങ്ങിയിട്ട് അപ്പനെ മാം കെ ഘർ ചലി ഗയി, തൻ്റെ അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ദിലീപ് കൂട്ടുകാരിയുടെ കൂടെ സിനിമയ്ക്ക് പോയി എന്നുള്ള കാരണത്തിലാണ് ലേറ്റായി വന്നതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ഹേമ പിണങ്ങിപ്പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, കൈതുമേ പടാരഹിനേക്ക് സമാൻ കോൻ ക്യോം? കൈതുമേൻ തടവറയിൽ പടാരഹിനേക്ക് സമാൻ പെട്ടുപോയവനെ പോലെ കോൻ ആരായി, ക്യോം എന്തുകൊണ്ട്? കാരണം ഹേമ വീട്ടിൽ നിന്ന് പോയി, പിന്നെ രാവിലെ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ നോക്കൂ, ഉത്തർ, ദിലീപ് നിരാശക്കാരൻ. ദിലീപാണ് തടവുകറയിൽ പെട്ടുപോലെ ആയത്. കാരണം നിരാശ കാരണം ഭാര്യ പിണങ്ങി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ അങ്ങ് പോയത്. ഓക്കെ, യെസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, 2 മാർക്കിന്റെ ചോദ്യം. ഏകാന്തമേ ബൈറ്റ്കർ, അത് അന്ന് വൈകുന്നേരം ഹേമ പിണങ്ങിപ്പോയതിനു ശേഷം പകൽ അവസാനം വരെ പകൽ മുഴുവൻ വീട്ടിലിരുന്നതിന് ശേഷം വൈകുന്നേരം മിൻഡോ പാർക്കിൽ മഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ആര്? ദിലീപ്. ആ സമയത്തുള്ള ചോദ്യമാണ്, ഏകാന്തമേ ബൈറ്റ്കർ ദിലീപ് ക്യാ സോച്തേ ഹെ? അവിടെ ഏകാന്തതയിൽ ഇരുന്നപ്പോൾ ദിലീപ് എന്തെല്ലാം ചിന്തിച്ചു എന്നാ. 2 മാർക്കാണ്. ഉത്തർ, വ സോച്താ ഹെ, അങ്ങനെ ദിലീപ് ചിന്തിച്ചു. ഠണ്ട് ലഗ് ജാനെ സേ, തണുപ്പ് ഇങ്ങനെ ഏറ്റ് കഴിഞ്ഞാൽ ബീമാർ ഹോ ജായേഗ, അവൻ രോഗിയായി മാറും. തോ ഉസ് ദുഃഖമേ, അപ്പോൾ അവന്റെ രോഗവുമായി ബന്ധപ്പെട്ട ദുഃഖത്തിൽ ഭാഗിലേനെ കെലിയെ, ദുഃഖം ഷെയർ ചെയ്യാൻ വേണ്ടി പങ്കുവെക്കാൻ വേണ്ടി കോയി നഹി ഹോഗ, ആരും തന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. യദി മൃത്യു ഹോ ജായത്തോ, അങ്ങനെ അസുഖം വർദ്ധിച്ച് മരണം വരെ സംഭവിക്കുകയാണെങ്കിൽ ലോക് ഗർമ്മയായെങ്കിൽ നാട്ടുകാരൊക്കെ വിവരം അറിഞ്ഞ് വീട്ടിൽ വരും. ഓർ കുച്ച് രോനെ ബൈറ്റെങ്കിൽ കുറച്ച് ആളുകൾ കരയാനിരിക്കും. ഉസ്മേ ഹേമ ബി ഹോഗി, ആ കരയാനിരിക്കുന്നതിൽ ഹേമയും ഉണ്ടാവും. ഉസ് ദിൻ, ആ ദിവസം ഹേമ അപ്പനെ ഹേമ തൻ്റെ നുക്സാൻ ക, നഷ്ടത്തെക്കുറിച്ച് അനുമാൻ കർ, ആലോചിച്ചിട്ട് അപ്പനെ വ്യവഹാർ കെലിയെ, താൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തായെങ്കിൽ പശ്ചാത്തപിക്കുക തന്നെ ചെയ്യും എന്ന്. ഓക്കെ, ഇതാണ് അദ്ദേഹം ആ തണുപ്പ് കൊണ്ടുകൊണ്ട് മനഃപൂർവ്വം തണുപ്പ് പറ്റിക്കൊണ്ട് രോഗം വന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവരെ ചിന്തിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. നോക്കൂ, മിട്ടി കെ തേൽ കി ഡിബരി മേ, ഡിബരി എന്ന് പറഞ്ഞാൽ വിളക്ക്, തേൽ എന്ന് പറഞ്ഞാൽ എണ്ണ, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്. മണ്ണെണ്ണ വിളക്കിന്റെ പ്രകാശത്തിൽ ദേക്ക് കണ്ട ആ ദൃശ്യം ഉൻകി ആങ്കോ കെ സാമനെ ന ഹട്ടാത, ആ ദൃശ്യം മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അമ്മയും മകനും ഒരു റൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റിക്കാൻ വേണ്ടി തിന്നാനും കളിക്കുന്ന ആ സംഭവം കണ്ടപ്പോൾ ആ ദൃശ്യം ദിലീപിന്റെ മനസ്സിൽ നിന്ന് മായാതെ വന്നു. ഉസ് ദിൻ കെ ദിലീപ് കി ഡയറിയിലേക്ക്, ആ ദിവസം രാത്രി ദിലീപ് എഴുതിയിരിക്കുന്ന ഡയറി എഴുതിയാൽ 6 മാർക്കാണ് ചോദ്യം. ഓക്കെ, ദിലീപ് ഹേമ ദുഃഖത്തോടു കൂടിയാണ് പിണങ്ങിപ്പോയത്. അന്ന് ദിലീപ് ദുഃഖത്തോടു കൂടിയാണ് ബീച്ചിൽ പാർക്കിൽ പോയിരിക്കുന്നത്. ഓക്കെ, ദിലീപ് തിരിച്ചു വരുന്ന സമയത്ത് ഒരമ്മയും മകനും ഒരു ദുഃഖം പോലും ഇല്ലാതെ അവർ ദുരന്ത ജീവിതം, പട്ടിണിയുടെ ജീവിതം നയിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി പരസ്പരം അവർ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഭവം, അതാണ് യഥാർത്ഥ ദുഃഖം. അവരൊരിക്കലും അവിടെ ദുഃഖം അനുഭവിക്കുന്ന പോലെ പ്രയാസത്തിലൂടെ അവർ ജീവിക്കുകയാണ്. പക്ഷെ ഇവിടെ സമ്പന്നതയിൽ ദുഃഖം അനുഭവിക്കുകയാണ് ദിലീപും ഹേമയും. അപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖം അവരിങ്ങനെ ദിലീപ് കാണുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ദിലീപിൻ്റെ മനസ്സിന് വല്ലാതെ ചേഞ്ച് ഉണ്ടായത്. ആ സമയത്ത് അന്ന് രാത്രി ദിലീപ് എഴുതുന്ന ഡയറി എന്തായിരിക്കും? ഇവിടെയാണ് യശ്പാൽ ജി ദുഃഖത്തെ ശരിക്കും വേർതിരിക്കുന്നത്. ചില ദുഃഖങ്ങൾ മനോഹരമായ ബ്യൂട്ടിഫുള്ളായ ദുഃഖങ്ങളാണ്. ഓക്കെ, ശരിയായ ദുഃഖം എന്താണെന്ന് അദ്ദേഹം അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും ദുഃഖങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ, താരിഖ്, ഒരു ഡയറി എഴുതുമ്പോൾ വലതുവശത്ത് ഡേറ്റ് എഴുതി. ഓക്കെ, ആജ് കാ ദിൻ ഭൂൽ നഹി സക്ത, ഇന്നുണ്ടായ സംഭവങ്ങളൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. മേ കൈസേ ഉൻകോ ഭൂൽ ജാവു, ഞാൻ എങ്ങനെ അവനെ മറക്കും.
ക്യാ ഹംനെ കബി കിസി അഭാവ് ക അനുഭവ് കിയ? ക്യാ എന്താ ഹംനെ നമ്മളൊക്കെ കബി എപ്പോഴെങ്കിലും കിസി ഏതെങ്കിലും അഭാവ് ക ഇല്ലായ്മയുടെ അനുഭവ് കിയ? ഇല്ലായ്മ എന്നൊന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ വസ്തുവിൻ്റെ വില പോലും ചോദിക്കാതെ സാധനം കൊണ്ട് എടുത്തിട്ട് പർച്ചേസ് ചെയ്ത് വരുന്ന സംസ്കാരമാണ് നമ്മളത്. അല്ലെ, അത്രയും കാശുണ്ട് എന്നിട്ടും നമുക്ക് ദുഃഖമുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. കിസി ദിൻ ഏതെങ്കിലും ഒരു ദിവസം ഭൂക്കരഹ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? മേ അപ്പനെ ദുഃഖ് സേ ഞാൻ എൻ്റെ ദുഃഖത്തിൽ നിന്ന് ക്യോ ഇത്ര നിരാശ ഹോ ഗയാ ഹെ? എന്തിനാണ് എനിക്ക് ഈ ഹേമ പിണങ്ങിപ്പോയ ദുഃഖത്തിൽ നിന്ന് ഞാൻ ഇത്ര നിരാശനാവുന്നതിൻ്റെ കാരണം എന്ത്? മേനെ അബി തക്ക് ഞാൻ ഇന്ന് വരെ ഇസി തരേക്ക ഈ രീതിയിലുള്ള ദുഃഖ സഹൻ നഹിക്കുക, ഈ രീതിയിലുള്ള ആ അമ്മയും മകനും ജീവിതത്തിൻ്റെ ദുരന്തം പോലുള്ള ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഹേമാബി അത് ഹേമയ്ക്കും ഉണ്ടായിട്ടില്ല. ആജ് ഹി പതാച്ചല പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. പതാച്ചല വിവരം കിട്ടി, അറിയാൻ കഴിഞ്ഞു. പതാച്ചല അറിയാൻ കഴിഞ്ഞു. കി എന്നാൽ അസലാ ദുഃഖിക്കാഹേ ദുഃഖത്തിൻ്റെ അകത്ത് തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ദുഃഖവും അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ദുഃഖവും ഒരു വേദനിക്കുന്ന ദുഃഖമുണ്ട്. അസലാ ദുഃഖിക്കാഹേ ഒറിജിനൽ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹിനെ കൈസേ പോലും ആ ദുഃഖത്തെ ഞാൻ എങ്ങനെ മറക്കും? ഇത് ആ അമ്മയുടെയും മകൻ്റെ അവസ്ഥയെ. സോ ബി ഇന്ന സക്ത എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴേക്ക് ആ അമ്മയും മകനെയാണ് ഓർമ്മ വരുന്നത്. കൽ ഹി ഉസ് ലഡ്കേക്കില് നാളെ രാവിലെ തന്നെ പോയിട്ട് ആ പയ്യന് വേണ്ടിയിട്ട് കുച്ച് കർണാഹെ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് അതൊരു ദുഃഖമായി മാറും. എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അവരിങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖമായി മാറും. ഓർ ഹേമാഖോ ബി ദിഖാന എങ്ങനെയെങ്കിലും നാളെ എല്ലാ പിണക്കം മറന്നിട്ട് ഹേമനെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം. അവളോട് ഒക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവളെയും ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. ക്യാ ഹേ അസല ദുഃഖ് എന്താണ് ഒറിജിനൽ ദുഃഖം എന്നുള്ളത്. അപ്പോൾ നോക്കൂ, ആ ഒരു രംഗം കണ്ടോടുകൂടി ദിലീപിൻ്റെ പ്രശ്നം സോൾവായി. ഹേമയെ ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ രംഗം കണ്ടില്ലായിരുന്നെങ്കിൽ എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആതെ എടുക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോഴാണ് നമ്മുടേതൊന്നും ദുഃഖമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, മാത്രമല്ല മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ആ സമയത്ത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെയാണ് ദിലീപിൻ്റെ ഈ ദിലീപ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ, ഹേമ എന്നൊക്കെ പറയുന്ന കഥാപാത്രത്തിലൂടെ യശ്പാൽജി ദുഃഖത്തിൻ്റെ കൃത്യമായ അവസ്ഥയാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ, ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന 6 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യമാണേ. മേ ഇസ് ജീവൻ മേ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ദുഃഖ് ഹി ദേക്കിനെ പൈദാ ഹുയി ഹും ദുഃഖം മാത്രം കാണാനും അനുഭവിക്കാനും ജനിച്ചവളാണ്. ദൈവമേ എൻ്റെ ഈ അവസ്ഥ മറ്റൊരാൾക്കും നൽകരുതേ. ദിലീപിനെ ആകെ നപട ആ വാക്കുകൾ ദിലീപ് മുന്നോട്ട് ഒന്നും വായിച്ചില്ല. ഇത് ഹേമയുടെ കത്തിലെ വരിയാണ്. മേഷ് ജീവൻ മേ ദുഃഖ് ഹി ദേക്കിനെ പൈദാ ഹുയി ഞാൻ ഈ ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിക്കാൻ വേണ്ടി ജനിച്ചവളാണ്. ദൈവമേ എൻ്റെ അവസ്ഥയൊന്നും ആർക്കും കൊടുക്കരുതേ എന്നൊക്കെ പറഞ്ഞുള്ള കത്ത് അനുജൻ കൊണ്ടു കൊടുത്തത് ദിലീപ് രാത്രിയിൽ വായിക്കുകയാണ്. അപ്പോൾ ദിലീപിനെ ആകെ എന്നപട ദിലീപ് മുന്നോട്ട് കത്ത് വായിച്ചില്ല. പത്ത് ഫാഡ്ക ഫേങ്ക് ദിയ കത്ത് വലിച്ചു കീറിയിട്ട് ചവറ്റുകൊട്ടയിലിട്ടു. ഞാൻ ഈ ജീവിതത്തിൽ ദുഃഖം മാത്രം സഹിക്കാൻ ജനിച്ചവളാണ് എന്ന് ദിലീപ് ശരിക്കും കണ്ടുവരുന്നത് ആ അമ്മയുടെ മകൻ്റെ ദുഃഖം കണ്ടാ വരുന്നത്. അപ്പോൾ ദിലീപ് ആ കത്ത് വലിച്ചു കീറി. എന്നിട്ടോ ഹേമ കെ ദിലീപ് കെ നാം പർ വ പത്ര ഹേമ ദിലീപിൻ്റെ പേരിൽ എഴുതിയിരിക്കുന്ന വ പത്ര കൽപ്പന കർക്കിലേക്ക് ദിലീപ് ബാക്കി അങ്ങോട്ട് വായിച്ചിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് എഴുതിയത് എന്തായിരിക്കും? നമ്മളോട് ആ കത്തൊന്ന് ഫുള്ളാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹേമ ദിലീപിന് എഴുതിയ കത്തിൻ്റെ മുഴുവൻ രൂപം ആദ്യ വരി ദിലീപ് വായിച്ചു. മുഴുവൻ രൂപവും നമ്മളോടാണ് എഴുതാനാണ് പറയുന്നത്. 6 മാർക്കാണ്. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? സ്ഥാൻ താരിഖ് നമ്മൾ കത്തിൽ എഴുതുന്നു. പിന്നെ നമ്മൾ പ്യാരേ പ്രിയപ്പെട്ടവനെ എന്ന് എഴുതി. എന്ന് നോക്കൂ, മേ ഇസ് ജീവൻ മേ ദുഃഖ് ഹി ദേക്കിനെ കിലി പൈദാ ഹുയി ഹും ഞാൻ ഈ ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിക്കാൻ ജനിക്കപ്പെട്ടവളാണ്, വിധിക്കപ്പെട്ടവളാണ്. മേ തുമേ ബഹുത് പ്യാർ കർത്തോ ഞാനാണ് നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. ദിലീപിനോട് പറയാ ഹേമ ഏ സമച്ചേബിന ഇതൊന്നും മനസ്സിലാക്കാതെ തും സഹേലി കെ സാത്ത് നീ നിന്റെ കൂട്ടുകാരിയുടെ കൂടെ ഇതർ ഉദർ ഗൂംതേ ഫിർത്തേ ഹോ ഇതിലേ അതിലേയും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആപ്പ് ഹി സോച്ചി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുച്ചേ കിത്തന ദുഃഖ് ഹോക എനിക്ക് എത്രമാത്രം ദുഃഖമുണ്ടാവും. മേ ബി ഏക്ക് നാരിഹും ഞാനും ഒരു പെണ്ണല്ലേ. പതിക്കോ ഹമേശ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പത്നിക്ക് ഈ ഹാലത്ത് ദേക്കിനി ചയ്യേ പത്നിയുടെ ഹാലത്ത് അവസ്ഥ നോക്കുകയാണ് വേണ്ടി അവളെയാണ് സംരക്ഷിക്കേണ്ടത്. ചുറ്റിക്കറങ്ങേണ്ടത് അവളെ കൂടിയാണ് ശ്രമിക്കപ്പെട്ടത്. പർത്തും ഹമേശ പക്ഷെ നീ എപ്പോഴും മുച്ചസേ അലഗ്രഹത്തെയോ എന്നിൽ നിന്ന് മാറി നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പ്യാറിനെ ഹി കർത്തഹോ നീ എന്നെ സ്നേഹിക്കുന്നേ ഇല്ല. ഇസ്ലിയെ മുച്ചേ ഗർ ജാനപ്പെട അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീട്ടിൽ പോകേണ്ടി വന്നത്. എന്നിട്ട് വേണ്ട ഡാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഒക്കെ അവിടെ നിങ്ങോട്ടുള്ള സങ്കടം ഹേമയുടെ ദുഃഖമൊക്കെ ചെയ്ത പെണ്ണ് വീണ്ടും ജവാബ് പ്രതീക്ഷാമേ എന്താണ് ഞാൻ ഇനി മേലാളി അങ്ങോട്ട് വരില്ല. നിൻ്റെ കൂടെ ഞാൻ വന്ന് ഡൈവോഴ്സ് വേണമെങ്കിൽ ആഗ്രഹിക്കുന്നു. നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാമല്ലോ. എൻ്റെ കാര്യം മറന്നേക്കൂ എന്നൊക്കെ വേണമെങ്കിൽ ഇതാ.
എന്നിട്ട് അതിനൊരു തീരുമാനം അറിയിക്കണം. ജവാബ് കി പ്രതീക്ഷാമേ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്, ജവാബ് കി പ്രതീക്ഷാമേ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഹസ്താക്ഷർ തുമാരെ ഹേമ, നിന്റെ ഹേമ. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ സേവാമേ ദിലീപ് പത. ഇതാണ് ആ കത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ദുഃഖ് എന്ന് പറയുന്ന കഥയിലെ ചോദിക്കാൻ സാധ്യതയുള്ളതും പരമ്പരാഗതമായി ചോദിച്ചു വന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് പഠിക്കണം, രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കണം, മൂന്നാമത്തെ യൂണിറ്റ് പഠിക്കണം. ഏറ്റവും കൂടുതൽ വരുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെ യൂണിറ്റ് ആണ്. മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മുഴുവൻ പാഠവും മൂന്നാമത്തെ യൂണിറ്റിലെ മുഴുവൻ പാഠങ്ങളും നമ്മൾ ഓരോ ചാപ്റ്ററുകളെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഓരോന്നും വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ദുഃഖ്. ഇവിടെ വരെയാണ് നമ്മൾ ആഫിൽ എക്സാമിനേഷന് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് ക്വാർട്ടർലി എക്സാമിനേഷൻ നിങ്ങൾ സ്കൂളിനെ ബേസ് ചെയ്തിട്ട് ഓരോ ടീച്ചേഴ്സ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ആദ്യത്തെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ +1 നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ യൂണിറ്റിലുള്ള പാഠഭാഗങ്ങളും നിങ്ങൾ ചോദിക്കും. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ നിങ്ങൾ വരും. ഓക്കെ, നമ്മുടെ മെഗാ മാരത്തോണിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത്. അതിൽ മുഴുവൻ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് മെഗാ മാരത്തോൺ വരണം. അവിടെ നിങ്ങൾക്ക് എല്ലാ പാഠഭാഗങ്ങളിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അത് ഗംഭീരമായി കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദിയിൽ ഫുൾ മാർക്ക് ബാബു സാർ ഉറപ്പ് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.